ആർ ശങ്കർ പ്രതിമാനാച്ഛാദന ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുന്നു. ചടങ്ങിന് ക്ഷണിച്ചിട്ടില്ലെന്ന് കൊല്ലം മേയർ വി രാജേന്ദ്രബാബു. മുഖ്യമന്ത്രി പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അധ്യക്ഷനാക്കി പുതിയ പ്രോഗ്രാം പട്ടിക തയ്യാറാക്കി. അതേസമയം രാഷ്ട്രീയക്കാരെ എല്ലാം ഒഴിവാക്കി അനാച്ഛാദനത്തിനുള്ള പുതിയ ഫലകം സംഘാടകർ സ്ഥാപിച്ചു. തന്നെ അറിയിക്കാതെയും അനുവാദം വാങ്ങാതെയുമാണ് പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്നവരുടെ പട്ടികയിൽ പേര് ചേർത്തതെന്ന് കൊല്ലം മേയർ വി രാജേന്ദ്രബാബു പറഞ്ഞു. എന്നെ ഔദ്യമായി ആരും ക്ഷണവും ഉണ്ടായിട്ടില്ല. പിന്നെ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം അവർ പത്രസമ്മേളനത്തിൽ പത്രത്തിനകത്താണ് എൻ്റെ പേര് ഞാൻ കണ്ടു. അവർ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതുവരെ തന്നെ ഒരു അറിയിപ്പ് എനിക്ക് തന്നിട്ടുമില്ല, ഒരു നോട്ടീസ് പോലും തന്നിട്ടുമില്ല. മുഖ്യമന്ത്രിയെ ഒഴിവാക്കുകയും പ്രമുഖരടക്കം പങ്കെടുക്കില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തതോടെ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ പ്രോഗ്രാം പട്ടിക തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിക്ക് പകരം വെള്ളാപ്പള്ളി നടേശനാണ് അധ്യക്ഷ പദവി വഹിക്കുക. പുതിയ പ്രോഗ്രാം പട്ടികയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകാരം നൽകി കഴിഞ്ഞു. പ്രതിമയ്ക്കൊപ്പം സ്ഥാപിച്ചിരുന്ന ഫലകവും മാറ്റി സ്ഥാപിച്ചു. ഉമ്മൻചാണ്ടിക്ക് പുറമെ NK പ്രേമചന്ദ്രൻ MP, PK ഗുരുദാസൻ MLA, മേയർ രാജേന്ദ്രബാബു എന്നിവരെ ഒഴിവാക്കിയാണ് പുതിയ ഫലകം സ്ഥാപിച്ചിട്ടുള്ളത്. SNDPയുടെയും SN ട്രസ്റ്റിന്റെയും നേതാക്കളുടെയും പേരുകൾ മാത്രമാണ് ഫലകത്തിലുള്ളത്. അതേസമയം ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം വിവാദമായതോടെ രക്ഷപ്പെട്ടത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സരതയും സോളാറുമെല്ലാം ഉയർത്തി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ഉമ്മൻചാണ്ടിയെ മാലാഹയാക്കുകയാണ്. ആർ ശങ്കറിന്റെ പേര് പറഞ്ഞുള്ള മുതലക്കണ്ണീരാണ് കോൺഗ്രസുകാർ ഒഴുക്കുന്നതെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് ഒന്ന് വിട്ട് നിന്ന് സഹായിച്ചാൽ കൊള്ളാം എന്ന് അഭിപ്രായം. വെള്ളാപ്പള്ളിക്ക് ഒരു വിഷമമുണ്ടായിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല, സന്തോഷമായിട്ട് നിങ്ങളുടെ കാര്യമെല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. ഞാൻ മാത്രമേ അദ്ദേഹത്തെ വിളിച്ചുള്ളൂ. ആ ദേശഭക്തിയോടുകൂടി ഉമ്മൻചാണ്ടിയോട് ഇതുപോലുള്ള ആരോപണങ്ങളെല്ലാം മുങ്ങിപ്പോയി എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി ഇന്ന് മാലാഖയായിട്ട് ഉയർത്തപ്പെട്ട് വന്ന് ചിറക് വിരിച്ച് പുണ്യവാളനായിട്ട് നിൽക്കുന്ന ഒരു മഹാകാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആർ ശങ്കർ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് RSS അജണ്ടയുടെ ഭാഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംഭവത്തിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാതെ മൗനം പാലിപ്പിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി RSS വിധേയത്വം തുടരുന്നു എന്നതിന് തെളിവാണെന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി നിർത്താൻ എന്തെങ്കിലും അയോഗ്യത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. SN ട്രസ്റ്റ് നടത്തുന്ന കോളേജിൽ നടക്കുന്ന പ്രതിമാനാച്ഛാദന ചടങ്ങ് RSS ചടങ്ങാക്കി മാറ്റാൻ വെള്ളാപ്പള്ളി എടുത്ത തീരുമാനം ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ തിരസ്കരിക്കുന്ന സമീപനമാണെന്ന് സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ നടപടി പ്രതിഷേധാർഹമാണ്. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി സ്വീകരിച്ച നടപടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്തരം സമീപനം കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണെന്നും സെക്രട്ടേറിയറ്റ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി പ്രതിമാ അനാച്ഛാദനത്തിന് എത്തിയതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം. പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും അയോഗ്യത മുഖ്യമന്ത്രിക്കുള്ളതായി തെളിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യമറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ വെള്ളാപ്പള്ളിയുടെ നടപടി മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും പറഞ്ഞു. ഇത്തരമൊരു നിർദ്ദേശത്തെ ലജ്ജയില്ലാതെ അഭിമാനബോധമില്ലാതെ അംഗീകരിക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി തയ്യാറായത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെയും ഇന്നത്തെ സഹതാപാർഹമായ അവസ്ഥയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിമാനാച്ഛാദനം ഒരു സ്വകാര്യ ചടങ്ങാണെന്നും വിവാദത്തിൽ വിശദീകരണം നൽകേണ്ടത് സംഘാടകരാണെന്നും BJP നേതാവ് വി മുരളീധരൻ. മുഖ്യമന്ത്രിയെ ക്ഷണിക്കാത്തതിൽ പ്രോട്ടോകോൾ ലംഘനമില്ലെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നിങ്ങളെല്ലാവരും എഴുതുന്നതേ എനിക്കറിയുള്ളൂ. നിങ്ങളെല്ലാവരും എഴുതിയതും ഈ ചാനലുകളിൽ വരുന്നതും അല്ലാത്ത വിവരങ്ങളൊന്നും എനിക്കറിയില്ല. അവർ തമ്മിൽ ആലോചിക്കും. ഫസ്റ്റ് വിസിറ്റ് അല്ല, അത് തെറ്റിദ്ധാരണയാണ്. ഫസ്റ്റ് പ്രോഗ്രാം ഒഫീഷ്യൽ അത് എയർപോർട്ടിലാണ് സ്വീകരണം. എയർപോർട്ടിൽ മുഖ്യമന്ത്രിയും ഗവർണറും സ്വീകരിക്കുന്നു. അതോടുകൂടി ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു. ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങ് സ്വകാര്യ ചടങ്ങാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുകൾ പരിശോധിക്കണമെന്നും VM സുധീരൻ ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിമാ വിവാദത്തിൽ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയെയും BJP അപമാനിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വികസന കാര്യത്തിലും ഇതേ നിലപാട് ആണെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സംഘപരിവാറിൻ്റെ
RSSൻ്റെ അടിമയായി മാറിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി. അവരുടെ നിർദ്ദേശപ്രകാരം ചലിക്കുന്ന കേവലം ഒരു പാവ മാത്രമായി അദ്ദേഹം മാറിയിരിക്കുന്നു. കൊല്ലത്ത് ശങ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ആ ചടങ്ങ് തുടങ്ങുന്ന 2:45 മുതൽ 3:30 വരെ തിരുവനന്തപുരത്ത് ശങ്കർ പ്രതിമയുടെ മുന്നിൽ KPCC പ്രാർത്ഥനാ സംഗമം നടത്തി. ഏതായാലും അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇത് കേരളത്തിനോടുള്ള അപമാനമാണ്. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതല്ല, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരുന്നൊരു ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് ഇതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊച്ചുസുന്ദരിയെ അനുകരിച്ച് ഫേസ്ബുക്കിൽ വീണ്ടും അശ്ലീല പേജുകൾ, ലൈംഗിക വ്യാപാരത്തിന് പേജിലൂടെ കളമൊരുക്കുന്നതായി സൂചനയുമുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് ഓൺലൈൻ സൈറ്റുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും നടന്ന ലൈംഗിക വ്യാപാര കേസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് സമാനമായ പേജുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് കോപ്പി ചെയ്ത സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങളാണ് പേജുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി ഫോൺ നമ്പറുകളും പേജുകളിലുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ കമന്റ് ഇടുന്നതിന് പുറമെ ലൈംഗിക വ്യാപാരത്തിന് താല്പര്യമുള്ളവരെ തേടുന്ന പരാമർശങ്ങളും പോസ്റ്റുകളും കാണാം. ഇതിൽ ഒരു പേജ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പേജ് നവംബറിലാണ് ആരംഭിച്ചത്. ലൈംഗിക വ്യാപാര കേസിന്റെ അന്വേഷണം നടത്തിയവർ ഈ പേജുകൾ കണ്ടെത്തിയില്ലെന്നതും ശ്രദ്ധേയമാണ്. പേജുകളിലെ ഉള്ളടക്കം ചർച്ച ചെയ്യാനായി വാട്സാപ്പിൽ ഗ്രൂപ്പുള്ളതിനെക്കുറിച്ചും പരാമർശമുണ്ട്. ഈ ഗ്രൂപ്പിൽ ചേരാൻ നൽകിയ നമ്പറുകളാണ് പേജുകൾ കാണാനാവുന്നത്. പേജിനെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറച്ചു മാസം മുമ്പ് ഇത്തരത്തിലുണ്ടായിരുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് കൊച്ചിയിലെ ഒരു മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയുടെ ഫലമായി ബ്ലോക്ക് ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ മാസ് റിപ്പോർട്ടിംഗിലൂടെ ഇത്തരം പേജുകൾ പൂട്ടിക്കണമെന്നും അഡ്മിന്മാരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് മേക്ക് വിമൺ സേഫ് ഓൺലൈൻ എന്ന ഹാഷ്ടാഗിൽ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്നതും ലൈംഗിക വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതുമായ പേജുകൾ പൂർണ്ണമായി തടയാൻ നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. വെബ് ഡെസ്ക്. അടൂർ പീഡന കേസിലെ നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അടൂർ ഡിവൈഎസ്പിയെ മാറ്റി. പകരം ചുമതല കൊട്ടാരക്കര ഡിവൈഎസ്പിയെ ഏൽപ്പിച്ചു. നിലവിലെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് അടൂർ MLA വ്യക്തമാക്കി. ദില്ലിയിൽ റെയിൽവേ അധികൃതർ അർദ്ധരാത്രിയിൽ ചേരി ഒഴിപ്പിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട കുട്ടി മരിച്ചു. റെയിൽവേയുടെ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ചാണ് അർദ്ധരാത്രിയിൽ മുന്നറിയിപ്പില്ലാതെ അധികൃതർ ഒഴിപ്പിക്കലിന് എത്തിയത്. വാർത്ത പുറത്തായതോടെ സ്ഥലം മജിസ്ട്രേറ്റ് ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സസ്പെൻഡ് ചെയ്തു. 20 വർഷത്തിലധികമായി ദില്ലിയിലെ ഷാക്കൂർ ബസ്തി മേഖലയിൽ താമസിക്കുന്ന ചേരി നിവാസികളെയാണ് റെയിൽവേ അധികൃതർ ഒഴിപ്പിച്ചത്. പുതിയ പാസഞ്ചർ ടെർമിനലിനായി സ്ഥലം കണ്ടെത്താനായിരുന്നു അർദ്ധരാത്രിയിലെ കൊടുംതണുപ്പിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നടപടി. കൊടുംമഞ്ഞിൽ 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലധികം കുടുംബങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഭവനരഹിതരായി. ധൃതി പിടിച്ച ഈ ഒഴിപ്പിക്കലിനിടെയാണ് ഫർണിച്ചർ തലയിൽ വീണ് കുട്ടി മരിച്ചത്. സംഭവം വിവാദമായതോടെ സ്ഥലം മജിസ്ട്രേറ്റ് ഉൾപ്പെടെ 3 റെയിൽവേ ഉദ്യോഗസ്ഥരെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സസ്പെൻഡ് ചെയ്തു. ഒഴിപ്പിക്കൽ തന്റെ അറിവോടെ അല്ലായിരുന്നെന്ന് സ്ഥലം സന്ദർശിച്ച ദില്ലി മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ചേരി ഒഴിപ്പിക്കലിനെ കുറിച്ച് അറിവില്ലെന്നും സംഭവം ഞെട്ടലുണ്ടാക്കിയെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവും പ്രതികരിച്ചു. എന്നാൽ കുട്ടി മരിച്ചത് ചേരി ഒഴിപ്പിക്കലിനിടെയല്ലെന്നും സംഭവം കെട്ടിച്ചമച്ചതെന്നുമാണ് ഷാക്കൂർ ബസ്തി ജില്ലാ മജിസ്ട്രേറ്റിന്റെ ന്യായീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ വീണ്ടും തുറന്നേക്കും. ജലനിരപ്പ് 141.8 അടിയിലെത്തിയാൽ ഷട്ടറുകൾ തുറക്കുമെന്ന് തേനി ജില്ലാ കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടറെ അറിയിച്ചു. നിലവിൽ 141.6 അടിയാണ് ജലനിരപ്പ്. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് ട്രെയിൻ ഇടയിൽപ്പെട്ട് വീട്ടമ്മയുടെ കൈയും കാലും അറ്റു. ട്രെയിനിൽ കയറുമ്പോഴാണ് അപകടമുണ്ടായത്. കൊല്ലം പള്ളിമുക്ക് സ്വദേശി മർഹ്ബാനാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ കയറുന്നതിനിടെയായിരുന്നു അപകടം. മുന്നോട്ട് നീങ്ങിത്തുടങ്ങിയ ട്രെയിനിൽ ചാടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ മർഹ്ബാൻ പാളത്തിലേക്ക് വീഴുകയായിരുന്നു. ദില്ലിയിൽ 7 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കുറ്റത്തിൽ 16-കാരൻ അറസ്റ്റിൽ. 3 പേർ ചേർന്നാണ് കുട്ടിയെ മാനഭംഗപ്പെടുത്തിയത്. മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയെ ഇന്നലെ വൈകുന്നേരം 6:30-യോടെ പാർക്കിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പീഡനത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തെക്കൻ ദില്ലിയിലെ തിഗ്രി പ്രദേശത്താണ് സംഭവം. നാട്ടുകാരാണ് പെൺകുട്ടിയെ പാർക്കിനടുത്ത് നിന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. 2 ദിവസത്തിനിടെ ദില്ലിയിൽ നടക്കുന്ന 2ാമത്തെ സംഭവമാണിത്. സെക്രട്ടേറിയറ്റിൽ പിൻവാതിൽ നിയമനം. താൽക്കാലിക ജീവനക്കാരായ 6 സെക്യൂരിറ്റി ഗാർഡുമാരെ സ്ഥിരപ്പെടുത്തി ഉത്തരവിറങ്ങി. PSC റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉള്ളപ്പോഴാണ് മാനദണ്ഡം ലംഘിച്ച് നിയമനം. പീപ്പിൾ എക്സ്ക്ലൂസീവ്.
ഡിസംബർ 3 ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തത്വത്തിൽ സെക്രട്ടേറിയറ്റിലെ 6 സെക്യൂരിറ്റി ഗാർഡുമാരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനമെടുത്തത്. ഇതേ തുടർന്ന് 7-ാം തീയതി ഇവരെ സ്ഥിരപ്പെടുത്തി പൊതുഭരണ വകുപ്പ് ഉത്തരവുമിറക്കി. 6/7/2012 നിലവിൽ വന്ന PSC റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോഴാണ് എല്ലാവിധ മാനദണ്ഡങ്ങളും ലംഘിച്ച് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കിയത്. 2016 മാർച്ച് 30 വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ഇതുവരെ 103 ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിൽ നിന്നും നിയമനം ലഭിച്ചിട്ടുള്ളത്. ഇനിയും 50ഓളം പേർക്ക് നിയമനം ലഭിക്കാനുണ്ട്. ഇവർ ഇതിനായി കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് PSC ലിസ്റ്റ് നിലവിലില്ല എന്ന് ചൂണ്ടിക്കാട്ടി പൊതുഭരണ വകുപ്പ് 6 പേരെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥിര നിയമനം ലഭിച്ചവരിൽ 2 പേർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒരാൾ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുമാണ്. റാങ്ക് പട്ടികയിലുള്ളവർക്ക് ഇനിയൊരു PSC ടെസ്റ്റ് മുഖേന ജോലിയിൽ കയറാനും സാധിക്കാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിലുള്ളവർ ഇതിനെതിരെ ഇതിനോടകം തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. എസ് ഷീജ, തിരുവനന്തപുരം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. വെള്ളി, ശനി ദിവസങ്ങളിലായി ചേലക്കരയിലാണ് സമ്മേളനം നടന്നത്. സമാപന ദിവസമായി ഇന്നലെ നടന്ന പൊതുസമ്മേളനം കെ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ പ്രിൻസ് ജ്വല്ലറിയുടെ തിരുവനന്തപുരം ഷോറൂമിൽ അപൂർവ ആന്റിക് ആഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചു. കിഴക്കേക്കോട്ടയിലെ ഷോറൂമിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രദർശനവും വിൽപ്പനയും. ഹാർമണി എന്ന് പേരിട്ടിരിക്കുന്ന മേള ഈ മാസം 27-ന് സമാപിക്കും. ഡ്രഗ്സ് കൺട്രോളർ ആയിരുന്ന PM വർക്കിയുടെ ഭാര്യയും ZMB സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോണിന്റെ ഭാര്യാമാതാവുമായ പത്മിനി വർക്കിയുടെ സംസ്കാരം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടന്നു. വർക്കിംഗ് വിമൻസ് അസോസിയേഷൻ, NGO യൂണിയൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക പ്രവർത്തകയായിരുന്നു പത്മിനി. ശബരിമല സന്നിധാനത്ത് പോലീസ് വേഷത്തിലെത്തിയ യുവാവ് അറസ്റ്റിലായി. കോഴിക്കോട് പെരുവണ്ണൂർ സ്വദേശി ശശിയെയാണ് സന്നിധാനം പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് യൂണിഫോമിലെത്തിയ ഇയാൾ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുകയായിരുന്നു. പോലീസ് യൂണിഫോമിൽ സന്നിധാനത്തെത്തിയ കോഴിക്കോട് പേരാവൂർ സ്വദേശി ശശി വടക്കേനടയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്കും നെയ്യഭിഷേകത്തിനുള്ള വരിയിലേക്കും കടത്തിവിടുകയായിരുന്നു. ഇതിനിടെ ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ തീർത്ഥാടകർ സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോഴേക്കും ശശി മുങ്ങിയെങ്കിലും പിന്നീട് വടക്കേനടയ്ക്കടുത്തു വെച്ച ഷാഡോ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ ശശി നേരത്തെ പോലീസ് വേഷത്തിൽ തെരഞ്ഞെടുപ്പ് ജോലികൾക്കടക്കം പോയിട്ടുണ്ടെന്ന് വ്യക്തമായതായി സന്നിധാനം SI അശ്വിത് പറഞ്ഞു. ചോദിച്ചപ്പം അവന് വീട് പേരമ്പറയാണെന്നും നേരത്തെ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോയതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അന്വേഷിച്ചപ്പം ദേവസ്വം ബോർഡിൽ ജോലിക്കായിട്ട് അവിടെ കേസിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിൽ വന്ന അയാൾ പേപ്പർ മേടിക്കുകയോ അപ്പോയിൻമെൻറ്റ് ഓർഡർ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ ഇവിടെ വന്ന് സ്വന്തമായിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് അങ്ങ് ഇറങ്ങിയത്, പോലീസിന്റെ യൂണിഫോം അങ്ങ് ഇറങ്ങിയത്. ഇയാളെ പോലെ മറ്റു വ്യാജ പോലീസുകാർ സന്നിധാനത്തും പരിസരത്തും ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരോട് കൂടുതൽ ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.